കനത്ത മഴയെ തുടർന്ന് കുട്ടനാട്ടിൽ കിഴക്കൻ വെള്ളം എത്തിയതോടെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. കപ്പൽ അപകടത്തെ തുടർന്ന് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകുന്നതും കുട്ടനാട്ടിൽ വെള്ളം കയറാൻ കാരണമായിട്ടുണ്ട്. അവിടുത്തെ ദുരിത കാഴ്ചകളിലേക്ക്. മഴക്കാലമായാൽ കുട്ടനാട്ടിലെ പാലങ്ങളിലെ പതിവ് കാഴ്ചയാണിത്. വാഹനങ്ങളുടെ നീണ്ട നിര. കാറും ബൈക്കുമൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള മുൻകരുതൽ. എല്ലാ പ്രാവശ്യം വെള്ളപ്പൊക്കം വരുമ്പോൾ വെള്ളം കയറുമ്പോൾ ഇവിടെ തന്നെയാണ്. ഈ ഏരിയ മൊത്തം ഉണ്ട്. മങ്കമ്പിലെ ഏരിയ മൊത്തം എല്ലാവരും ഇവിടെ കൊണ്ടാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. താഴോട്ടിറങ്ങി കഴിഞ്ഞാൽ മൊത്തം താഴ്ച സ്ഥലങ്ങളാണ്. വെള്ളം ഭയങ്കര വെള്ളക്കെട്ടാണ്. പുളിങ്കുന്ന്, മങ്കൊമ്പ്, തലവടി തുടങ്ങിയ സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്കും റോഡുകളിലേക്കും ചെറിയ രീതിയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം കഴിയുമ്പോൾ ഇത് പോയി. മഴ ഇപ്പോൾ തുടങ്ങുമായില്ലേ ഉള്ളൂ. എന്നാലും വെള്ളം നല്ല വരവാ. വഴിയെല്ലാം മുങ്ങി. കിഴക്കൻ വെള്ളം വരുന്നുണ്ട്. എന്നാലും വെള്ളത്തിന് കലക്കലുണ്ട്. മഴ അതിഭയങ്കരമാണ്. കുട്ടനാട് ഒറ്റപ്പെടുന്ന ലക്ഷണത്തിലോട്ട് മാറുകയാണ്. വരാതെ കുട്ടനാട്, പുളുങ്കുന്ന്, മങ്കമ്പ് മേഖലയെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ പോയിരിക്കുകയാണ്. യാത്രയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരുമാതിരിപ്പെട്ട എല്ലാ റോഡുകളിലും വെള്ളം കയറിയിരിക്കുകയാണ്. മഴയേക്കാൾ കിഴക്കൻ വെള്ളമാണ് കുട്ടനാടിനെ മുക്കുന്നത്. നദികളിലെ ജലനിരപ്പ് അപകടകരമാം വിധം ഉയരാത്തതും തോട്ടപ്പള്ളി പൊഴിമുറിച്ചതും അല്പം ആശ്വാസമാണ്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.